കുത്തിയവരെ പശുവിന്റെ പേരിൽ പള്ളിയുടെ പേരിൽ തമ്മിലടിപ്പിച്ച തമ്പുരാനാണ് 10 വർഷം മുമ്പ് സ്വപ്നങ്ങൾ കണ്ട് വോട്ടു കുത്തിയവരെ പശുവിന്റെ പേരിൽ പള്ളിയുടെ പേരിൽ തമ്മിലടിപ്പിച്ച തമ്പുരാനാണ് തമ്മിലടിപ്പിച്ച തമ്പുരാനാണ് ആനന്ദ തന്നെ പരമാനന്ദ തന്നെ പരമാനന്ദ തന്നെ 10 വർഷം മുമ്പ് സ്വപ്നങ്ങൾ കണ്ട് വോട്ടു കുത്തിയവരെ പശുവിന്റെ പേരിൽ പള്ളിയുടെ പേരിൽ തമ്മിലടിപ്പിച്ച തമ്പുരാനാണ് 10 വർഷം മുമ്പ് സ്വപ്നങ്ങൾ കണ്ട് വോട്ടു കുത്തിയവരെ പശുവിന്റെ പേരിൽ പള്ളിയുടെ പേരിൽ തമ്മിലടിപ്പിച്ച തമ്പുരാനാണ് തമ്മിലടിപ്പിച്ച തമ്പുരാനാണ് ആനന്ദ തന്നെ പരമാനന്ദ തന്നെ ആനന്ദ തന്നെ പരമാനന്ദ തന്നെ അക്കൗണ്ടിലെത്താൻ വോട്ടുകുത്തിയവരെ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടാൻ വോട്ടുകുത്തിയവരെ ഗ്യാസിന്റെ സബ്സിഡി കൂടുതൽ കിട്ടാൻ വോട്ടുകുത്തിയവരെ 106 രൂപയ്ക്ക് പെട്രോൾ കിട്ടി 1000 രൂപയ്ക്ക് ഗ്യാസ് ഒന്ന് കിട്ടി 106 രൂപയ്ക്ക് പെട്രോൾ കിട്ടി 1000 രൂപയ്ക്ക് ഗ്യാസ് ഒന്ന് കിട്ടി നോട്ടു നിരോധന കാലത്തും നമ്മെ എണ്ണയിലിട്ടു വരത്തില്ലേ നമ്മെ എണ്ണയിലിട്ടു വരത്തില്ലേ ആനന്ദ തന്നെ പരമാനന്ദ തന്നെ ആനന്ദ തന്നെ പരമാനന്ദ തന്നെ ഗൗതമദാനിക്കും അംബാനിക്കും കൊള്ളയ്ക്കു കൂട്ടുനിന്ന് കുത്തക ഭീമന്മാരെല്ലാവർക്കും വേണ്ടി പണിയെടുത്ത് ഗൗതമദാനിക്കും അംബാനിക്കും കൊള്ളയ്ക്കും കൂട്ടുനിന്ന് കുത്തക ഭീമന്മാരെല്ലാവർക്കും വേണ്ടി പണിയെടുത്ത് നാട്ടുകാർ നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന തമ്പുരാനാണ് പൊട്ടിച്ചിരിക്കുന്ന തമ്പുരാനാണ് ആനന്ദം തന്നെ പരമാനന്ദം തന്നെ ആനന്ദം തന്നെ പരമാനന്ദം തന്നെ 10 വർഷം മുമ്പ് സ്വപ്നങ്ങൾ കണ്ട് വോട്ടുകുത്തിയവരെ പശുവിന്റെ പേരിൽ പള്ളിയുടെ പേരിൽ തമ്മിലടിപ്പിച്ച തമ്പുരാനാണ് 10 വർഷം മുമ്പ് സ്വപ്നങ്ങൾ കണ്ട് വോട്ടുകുത്തിയവരെ പശുവിന്റെ പേരിൽ പള്ളിയുടെ പേരിൽ തമ്മിലടിപ്പിച്ച തമ്പുരാനാണ് ആനന്ദം തന്നെ പരമാനന്ദ തന്നെ ആനന്ദ തന്നെ പരമാനന്ദ തന്നെ ആനന്ദ തന്നെ പരമാനന്ദ തന്നെ ആനന്ദ തന്നെ പരമാനന്ദ തന്നെ നവജവാൻ ഭാരതസഭ രൂപീകരിച്ചതാര് ഭഗത് സിംഗ് നവജവാൻ ഭാരതസഭ രൂപീകരിച്ചതാര് ഭഗത് സിംഗ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ മോഹൻ സിംഗ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ മോഹൻ സിംഗ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ മോഹൻ സിംഗ് 2 തവണ നോബൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തി മേരി ക്യൂറി 2 തവണ നോബൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തി മേരി ക്യൂറി 2 തവണ നോബൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തി മേരി ക്യൂറി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ മോഹൻ സിംഗ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ മോഹൻ സിംഗ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ മോഹൻ സിംഗ് മോഹൻ സിംഗിന്റെ കല്യാണത്തിന് മോഹൻ സിംഗോ പഞ്ചാബ് കല്യാണമാണോ അല്ലല്ല മോഹൻ സിംഗ് അല്ല സുനീഷ് ഏത് സുനീഷ് ആ റേഷൻ കട നടത്തുന്ന ജയചേട്ടന്റെ മോനില്ലേ എന്റെ കൂട്ടുകാരൻ സുനീഷ് ഏത് നൂലൻ സുനീഷോ ഓ തന്നെ തന്നെ അതിനൊരു പണി വല്ലതും ഉണ്ടോ സൊമാറ്റോയില പിന്നെ PSC പരീക്ഷ എഴുതുന്നുണ്ട് അവന്റെ കല്യാണമായോ എന്റെ പൊന്നു ദൈവമേ ഇവിടെ ഒരുത്തനുള്ളത് നീ മറന്നുപോയോ കണ്ടോ
ഇതാണ് അവസ്ഥ. ഇപ്പൊ അമ്മ നൂലൻ സുനീഷ് എന്ന് പറഞ്ഞില്ലേ, അവൻ ബിടെക് കഴിഞ്ഞതാണ്. എഞ്ചിനീയർമാർക്ക് നല്ല വിലയായതുകൊണ്ട് അവനിപ്പോ സൊമാറ്റോയിൽ പട്ടിപ്പണി എടുക്കുക. 14 മണിക്കൂർ പണിഞ്ഞ 500 രൂപ ഒത്താലായി. പിന്നെ എൻ്റെ കാര്യം B.Ed ആണ്. നല്ല 2 ജോഡി ഡ്രസ്സ് വാങ്ങാനുള്ള ശമ്പളം പോലും ഇല്ലാത്ത ഒരു പണിയുണ്ട്. പിന്നെ PSCക്ക് പഠിക്കുകയാണെന്ന് പറയാം. ഇന്ന് ഗ്യാസ് വരുന്ന ദിവസമാണ്. അടി നടന്നില്ലേ ഭാഗ്യം. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. വൈക്കം സത്യാഗ്രഹത്തിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സത്യാഗ്രഹി. വൈക്കം സത്യാഗ്രഹത്തിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സത്യാഗ്രഹി രാമനുള്ളത്. ഇതേ ഡൽഹിയിലെ നിന്റെ ഏമാൻ അയച്ചു കൊടുക്കണം. ഇതേ ഇനി ബാക്കിയുണ്ടെന്ന് പറയണം. പാവപ്പെട്ടവരെ നശിച്ചാലും മുതലാളിമാരെ രക്ഷപ്പെടണം. ചേച്ചി, ഇങ്ങനൊന്നും പറയരുത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ്. അതാ ജനങ്ങൾക്ക് പറ്റിയ തെറ്റ്. ജനങ്ങള് നിങ്ങളുടെ സർക്കാരിനെ തെരഞ്ഞെടുക്കുമ്പോ ഗ്യാസിന് 411 രൂപയായിരുന്നു. സബ്സിഡിയും ഉണ്ടായിരുന്നു. ഇപ്പം 1150 രൂപ എണ്ണി തരണ്ടേ? ഇപ്പോഴല്ലേ 100 രൂപ കുറച്ചത്. വോട്ടിന് വേണ്ടി കുറച്ചതല്ലേ? ഞങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കുറച്ചതിന്റെ 10 മടങ്ങ് കൂട്ടുവന്നു. കഴിഞ്ഞ 3.5 വർഷമായി സബ്സിഡി ഇല്ല. അല്ലേലും നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാറില്ലല്ലോ. പ്രമോദേ, നിന്റെ നേതാവ് പണ്ടൊരിക്കൽ പറഞ്ഞത് വോട്ട് ചെയ്യാൻ പോണേന് മുന്നേ ഗ്യാസ് കുറ്റി ഒന്ന് ഉണങ്ങണം എന്നാ. ഇത്തവണ ജനങ്ങളത് ചെയ്യും. സൂപ്പർ അമ്മ, ഇത് വൈറലാവും. ചേട്ടാ ഓക്കെ അല്ലേ? ഗ്യാസിന്റെ വില വർധനവിനെതിരെ രൂക്ഷമായി പ്രതിഷേധിച്ച ജലജ എന്ന വീട്ടമ്മയാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ താരം. സബ്സിഡി നിർത്തലാക്കിയതിനും അടിക്കടിയുള്ള വില വർധനവിനുമെതിരെ ഡെലിവറി മാനോടാണ് ജലജ പൊട്ടിത്തെറിച്ചത്. വീഡിയോയ്ക്ക് ലഭിച്ച അസാധാരണമായ വ്യൂവർഷിപ്പ് തെളിയിക്കുന്നത് സാധാരണക്കാരൻ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് ജലജയിലൂടെ പുറത്തു വന്നത് എന്നതാണ്. പാചകവാതകത്തിന് മാത്രമല്ല, പെട്രോളിനും ഡീസലിനും അവശ്യ വസ്തുക്കൾക്കുമൊക്കെ വലിയ വിലവർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നതിൽ തർക്കമില്ല. വീഡിയോ വൈറലായതോടെ സ്ഥാനാർത്ഥികൾ ജലജയെ കാണാനുള്ള നെട്ടോട്ടത്തിലാണ്. ഇന്ന് ഭാജപി സ്ഥാനാർത്ഥി ഗോവിന്ദൻകുട്ടി ജലജയുടെ വീട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പാതാളക്കുഴിയിൽ നിന്നും ക്യാമറാമാൻ ശരത്തിനൊപ്പം ശരണ്യരാജ്. ആ ഗോവിന്ദൻകുട്ടി വന്നോ തോന്നുന്നേ. 5 രൂപ കൊടുത്ത് 50,000 രൂപയ്ക്ക് അഭിനയിക്കുന്ന ടീമാ. ചേട്ടാ വാ. സിവിൽ പോലീസ് ഓഫീസർ ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിച്ചു. 13,000 പേരുടെ ലിസ്റ്റിൽ നിന്നും വെറും 3,000 പേരെ മാത്രം നിയമിച്ചിരിക്കെയാണ് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. കഴിഞ്ഞ 45 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPO ഉദ്യോഗാർത്ഥികൾ നടത്തിയ സമരം ഫലം കാണാതെ അവസാനിക്കുകയാണ്. PSCയുടെ പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും പാസ്സായി ഫിസിക്കൽ ടെസ്റ്റും വിജയിച്ച യുവാക്കളുടെ തൊഴിൽ പ്രതീക്ഷകളാണ് ഇതോടെ ഇല്ലാതായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ 2 കോടി തൊഴിൽ എന്ന വാഗ്ദാന ലംഘനത്തിന്റെ കൂടി ഇരകളാണ് ഈ യുവാക്കൾ. രാഹുൽ, എഴുന്നേൽക്കൂ. രാഹുൽ, എഴുന്നേൽക്കൂ. നിങ്ങൾ ആരാണ്? ഞാനാണ് ലഹരി. നിന്റെ സങ്കടങ്ങൾ എനിക്ക് മനസ്സിലാവും. ഒരൽപ്പം കുടിച്ചാൽ, ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ നിന്റെ ദുഃഖങ്ങളൊക്കെ അലിഞ്ഞില്ലാതാകും. വരൂ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം.
വരൂ. വേണ്ട, എനിക്ക് ഈ ലഹരി ഒന്നും പോരാ. നീ പോ. വേണ്ടേ വേണ്ട. എന്നെങ്കിലും എൻ്റെ ചങ്ങാതിക്ക് എന്നെ ആവശ്യം വന്ന ഒന്ന് വിളിച്ചാ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. രാഹുൽ, നിനക്കെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഒരു ലഹരിക്കും നിനക്ക് ശാശ്വത ശാന്തി നൽകാനാവില്ല. നീ എന്റെ കയ്യിലൊന്ന് പിടിക്കും. നിങ്ങൾ ആരാണ്? ഞാനാണ് മരണം അഥവാ സമാധാനം. മരണം. അതെ, മരണമായി നീ എന്റെ ലക്ഷ്യസ്ഥാനം. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരോടൊക്കെ ഞാനൊന്ന് യാത്ര ചെയ്യട്ടെ. പെട്ടെന്നാവട്ടെ, പെട്ടെന്ന് പെട്ടെന്ന്. എന്റെ കരം ഗ്രഹിക്കൂലാവും. തണുപ്പാണിതിന്. നിന്റെ മനസ്സും ശരീരവും ശാന്തമാകും. മോനെ! പിശാചേ, മാറിപ്പോ. എന്റെ മോനെ ഞാൻ വളർത്തിയത് നിനക്ക് തട്ടിപ്പറിക്കാനല്ല. കുറച്ച് ദിവസമായി ആഹാരം വേണ്ട. ശരീരമൊക്കെ ആകെ വേദന പോലെ. എന്ത് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് ദിവസമായി ഞാൻ ആലോചിക്കുന്നു, ആരുടെ മുന്നിലും ഇനി ചിരിച്ചഭിനയിക്കാൻ എനിക്ക് വയ്യ. എല്ലാത്തിനും കാരണം ജോലിയില്ലായ്മയാണ്. Sorry. മോനെ, നീ പോയിട്ട് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഞാനൊന്നും ഓർത്തില്ല അമ്മേ. ഒറ്റയ്ക്കായി പോയതുപോലെ. എത്ര പ്രതീക്ഷയോടെ അമ്മ എന്നെ പഠിപ്പിച്ചത്. ഞാൻ കാരണം നാളെ ഈ വീട് ബാങ്കുകാർ കൊണ്ടുപോലോ എന്ന് ഓർത്തപ്പോ മോനെ, കഷ്ടപ്പാട് സഹിക്കാനാവാതെ മരിക്കാനാണ് ഈ രാജ്യത്ത് പാവങ്ങളൊന്നും ഉണ്ടാവില്ലടാ. നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാവടാ. ഞാൻ അവിടെ പല അഭ്യാസങ്ങളും കാണിക്കും. കട്ടയ്ക്ക് കൂടെ നിന്നോണം. സാറേ, സാറൽപ്പോ ഓവറാണ്. ഓവറായാലേ ആളുകൾ ശ്രദ്ധിക്കൂ. നിങ്ങളും ഇങ്ങനാണ് ഞാൻ അനന്തപുരിക്ക് തിരിച്ചു പോകും. അയ്യോ സാറേ, പിണങ്ങല്ലേ. പിണങ്ങിയതല്ല കുട്ട, ആക്ടിങ് അല്ലേ. വാ പോകാം. നമ്മുടെ ആളുകളാണെന്നാ തോന്നുന്നേ. അത് സാറിന് എങ്ങനെ മനസ്സിലായി? ചെടിക്ക് ചാണകമിടുന്നത് കണ്ടില്ലേ? ഓ, സാറിന്റെ ബുദ്ധി അപാരം തന്നെ. തലയുണ്ടായിട്ട് കാര്യമില്ല, അത് പ്രവർത്തിപ്പിക്കണം. നമ്മുടെ പാർട്ടിയിൽ ആ പരിപാടി തീരെ ഇല്ലല്ലോ. ചേച്ചിയുടെ വീഡിയോ കണ്ടായിരുന്നു.
നമ്മുടെ സർക്കാരിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, സാമ്പത്തിക പ്രയാസം കൊണ്ടാണ് ചേച്ചി പ്രതികരിച്ചതെന്ന് ഞാൻ ഇവരോട് പറയുകയായിരുന്നു. അതെ, സാർ ഒന്നല്ല 100 തവണ ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ഇപ്പോൾ നിങ്ങളാണ് ഓവറാക്കുന്നത്. ജലജ ചേച്ചിക്ക് 3 മാസം ഗ്യാസ് എടുക്കാനുള്ള കാശുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നേ. സാറേ, കാശിന് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നേരാ. ഗ്യാസിന്റെ കാര്യം പറഞ്ഞത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, സാറിന് എല്ലാവർക്കും കാശ് കൊടുക്കാൻ പറ്റുമോ? സർക്കാരിന്റെ ഗ്യാരണ്ടികൾ ഒരുപാടുണ്ട്. എന്നെ ജയിപ്പിച്ചാൽ അതൊക്കെ നടപ്പാക്കാം. 2014 ഗ്യാരണ്ടി ഒക്കെ നടപ്പാക്കിയോ സാറേ? എല്ലാ വർഷവും 2 കോടി പുതിയ തൊഴിൽ നൽകുമെന്ന് പറഞ്ഞില്ലേ? പെട്രോളിന്റെയും ഡീസലിന്റെയും വില 50 രൂപയാക്കുമെന്ന് പറഞ്ഞില്ലേ? എല്ലാവരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം ഇട്ട് വരുമെന്ന് പറഞ്ഞില്ലേ? സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടെന്തെങ്കിലും നടന്നോ? 2014 നിങ്ങൾ ഭരണം തുടങ്ങുമ്പോ ഗൗതം അദാനിയുടെ ആസ്തി 50,000 കോടി. 2024 അത് 11.5 ലക്ഷം കോടി. കൊള്ളാം നിങ്ങളുടെ ഭരണം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരേ മതക്കാരല്ലേ ചേച്ചി? സാറിന്റെ മതക്കാർക്ക് അരിക്ക് എത്ര രൂപയാ? പെട്രോളിന് എന്ത് വിലയാ? എന്തേലും കുറവുണ്ടോ? പാവപ്പെട്ട തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ഒക്കെ മതത്തെക്കാളും ജാതിയെക്കാളും ഒക്കെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാറേ. ആളാവാൻ വരരുത്, എന്റെ അടുക്കൽ ആളാകാൻ വരരുത്. ഒന്ന് പോ സാറേ. കർഷകർ സമരം ചെയ്തപ്പോ നിങ്ങളുടെ മുട്ടിടിച്ചില്ലേ? എലക്ഷൻ കഴിയട്ടെ, ഞാൻ ഒരു വരം കൂടെ വരും. വാണോ? ചേച്ചി പ്രതിപക്ഷത്തെ 2 സ്ഥാനാർത്ഥികളിലൂടെ വന്നിട്ടുണ്ട്. ഇനി ആരും ഇങ്ങോട്ട് വരണ്ട. LDF-ഉം UDF-ഉം എല്ലാവരും അദാനിയുടെ അംബാനിയുടെ ആളുകളാണ്. ഒരൊറ്റ പാർട്ടിയെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ചേച്ചി വോട്ട് ചോദിച്ചു വന്നതല്ല, ചേച്ചിയുടെ പ്രതിഷേധത്തിന് പിന്തുണ നൽകാമെന്ന്. നിങ്ങളാണ് വോട്ട് ചോദിക്കേണ്ടത്. പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനം. ഡൽഹിയിലെ കർഷക പ്രക്ഷോഭത്തോടൊപ്പം കേരള വിരുദ്ധ സമരത്തിൽ, വിളപ്പിൽശാലയിൽ, മൂലംപിള്ളിയിൽ, ചെങ്ങറ സമരത്തോടൊപ്പം കരിമണൽ ഖനന വിരുദ്ധ പ്രക്ഷോഭത്തിൽ, ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ, നഴ്സുമാരുടെ പോരാട്ടത്തിനൊപ്പം തൊഴിലില്ലായ്മയ്ക്കെതിരെ നിങ്ങളുണ്ടായിരുന്നു. ജനകീയ സമരത്തിന്റെ രാഷ്ട്രീയം ശക്തിപ്പെടണം. നിങ്ങളാണ് വോട്ടിന് അർഹതയുള്ളവർ. നമുക്കുണർന്ന് പാടിടാം, ഉണർന്നു പാടിടാം, നമുക്കുണർന്ന് പാടിടാം, ഉണർന്നു പാടിടാം. ഒരേ ദിശക്കുതിപ്പിനീണമാർന്നുണർന്ന് പാടിടാം, ഒരേ ദിശക്കുതിപ്പിനീണമാർന്നുണർന്ന് പാടിടാം, ഉണർന്നു പാടിടാം. നമുക്കുണർന്നു പാടിടാം, ഉണർന്നു പാടിടാം.